ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഹോവർ ആനിമേഷനാണ്. ഈ ഹോവർ ആനിമേഷൻ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു ബേസിക് ബോയിലർ പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അസറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിൽ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന അസറ്റ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു HTML അതുപോലെ തന്നെ ഒരു CSS ഫയലും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ HTML-നകത്ത് ഈ CSS ഫയൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിവ് തുടങ്ങാം. നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ടാഗ് വിളിച്ചിട്ട് സോഴ്സിനകത്ത് /assets അതുപോലെ തന്നെ /ബാക്ക്ഗ്രൗണ്ട് വിളിക്കുകയാണ്. ഓക്കെ, ഇവിടെ /extra വന്നു. ഓക്കെ, നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഇമേജ് നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒത്തിരി സ്ക്രോളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്ക്രോൾ കളയണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യണമല്ലോ. അപ്പം നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇതിൻ്റെ ക്ലാസ് കൊടുക്കാം. ക്ലാസ് BG എന്നാണ് ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ കൊടുക്കുന്നത്. അപ്പം നമുക്ക് BG വെച്ചിട്ട് CSS ഇപ്പോൾ എഡിറ്റ് ചെയ്യാം. അതിന് മുന്നേ ഇവിടെ ഡിഫോൾട്ടായിട്ട് വരുന്ന മാർജിനും പാഡിങ്ങും കളയാൻ വേണ്ടി നമ്മൾ ഓൾ സെലക്ടർ യൂസ് ചെയ്ത് മാർജിനും പാഡിങ്ങും 0 കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് BG എന്ന് പറയുന്ന ക്ലാസ് വിളിച്ച് അതിനകത്ത് പ്രോപ്പർട്ടീസ് എഴുതി കൊടുക്കാം. അപ്പം ഞാനിവിടെ തൽക്കാലം കൊടുക്കുന്നത് വിഡ്ത്ത് 99 VW അതുപോലെ തന്നെ ഹൈറ്റ് 100 VH ആണ്. ഇവിടെ ഞാൻ 99 കൊടുത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഇമേജ് കറക്റ്റ് ഫിറ്റ് അല്ല. ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്തപ്പോഴത്തേനും ജസ്റ്റ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ക്രോൾ വരും. അപ്പോൾ ആ സ്ക്രോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 99 VH കൊടുത്തത്. ഓക്കെ, നമുക്കിപ്പോൾ അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇമേജസ് വേണം. അപ്പോൾ ആ ഇമേജസ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മണ്ടയ്ക്കാണ് വരേണ്ടത്. നമുക്ക് ഈ മണ്ടയ്ക്ക് ഇമേജസ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് എഴുതിയ ഡിവിനകത്ത് തന്നെ വേറൊരു ഡിവ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് തൽക്കാലം ഇമേജസ് എന്നാണ് പേര് കൊടുക്കുന്നത്. എന്നിട്ട് ഇമേജസ് എന്ന് പേര് കൊടുത്തു. ആ ഡിവിനകത്ത് നമുക്ക് വേണ്ട ഇമേജസ് എല്ലാം ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകണം. അതിന് നമ്മൾ ഇമേജ് ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ക്ലാസ്സും കൊടുക്കുകയാണ്, IMG എന്നും പറഞ്ഞ്. ഓക്കെ, നമ്മൾ ഇമേജ് എന്ന് പറഞ്ഞതിന് ഇവിടെ ഒരു ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സോഴ്സിനകത്ത് ഓരോ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി /asset left 1 എന്ന് പറഞ്ഞ് സേവ് ചെയ്തിരിക്കുന്ന PNG ഞാനിവിടെ എടുത്തിടുകയാണ്. ഓക്കെ, ഇനി ഇത് 4 തവണ കോപ്പി ചെയ്യണം. 4 തവണ കോപ്പി ചെയ്യുന്നത് ഷിഫ്റ്റും ഓൾട്ട് ഞെക്കി പിടിച്ച് ജസ്റ്റ് താഴോട്ടുള്ള കീ ഡൗൺ കീ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ആയി വരും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ left 2 എന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അതും ഇവിടെ എടുക്കുകയാണ്. അതുപോലെ തന്നെ right 1 എന്ന് പറഞ്ഞുകൊണ്ട് അതും, അതുപോലെ തന്നെ right 2 എന്ന് പറയുന്നത് ഇവിടെ എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് 4 ഇമേജസും കിട്ടിയിട്ടുണ്ട്. പക്ഷേ 4 ഇമേജസ് എനിക്ക് താഴോട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ താഴോട്ടല്ല വരേണ്ടത്. ഇതെല്ലാം ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഇമേജിൻ്റെ മണ്ടയ്ക്കാണ് വരേണ്ടത്. അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുകയാണ്. പൊസിഷൻ റിലേറ്റീവ്. ഓക്കെ, നമ്മളിവിടെ പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുമ്പം നമ്മൾ ബാക്കി ഇമേജസിന് പൊസിഷൻ ആബ്സലൂട്ട് കൊടുക്കണം, എന്നാലേ അതിൻ്റെ മണ്ടയ്ക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ഇമേജ് ടാഗ് വിളിക്കുകയാണ്. അതിനകത്ത് പൊസിഷൻ ആബ്സലൂട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഇമേജസ് എല്ലാം ഇങ്ങനെ താഴെയായിട്ട് അടുങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോട്ടം 0 കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇമേജസ് എല്ലാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മണ്ടക്കായി തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റായിട്ടല്ല വന്നിരിക്കുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. തൽക്കാലം ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇമേജസിന് വിഡ്ത്ത് ഒരു 40 VW അതുപോലെ തന്നെ ഹൈറ്റ് ഒരു 85 VH കൊടുക്കുകയാണ്. ഇപ്പം നമുക്കൊരു ഓൾമോസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടും. ഇനി നമുക്കത് വേറെ അഡ്ജസ്റ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി നമുക്ക് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള ഓരോ ഇമേജസും നമുക്ക് സെപ്പറേറ്റ് ശരിയാക്കി വെക്കണം. നമുക്കിപ്പോൾ കറക്റ്റായിട്ട് അല്ല കിടക്കുന്നത്. എല്ലാം ഒരു സൈഡിലോട്ടാണ് നടക്കുന്നത്. അത് ഒരെണ്ണം ഇവിടെ നമുക്കങ്ങനെ പല സ്ഥലത്ത് വരേണ്ടതുകൊണ്ട് നമുക്കതിനെല്ലാം ഓരോ പേരോട് കൊടുക്കാം. നമ്മളിവിടെ ഇമേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇമേജ് 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. 2, 3, 4. ഓക്കെ, നമ്മളിവിടെ 2, 3, 4 എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ഓരോ ക്ലാസ് നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ക്ലാസ് നെയിം വിളിച്ചിട്ട് അതിനെല്ലാം ഓരോ സൈസ് കൊടുക്കാം. അത് നിങ്ങളുടെ ഇമേജിനനുസരിച്ചാണ് സൈസ് കൊടുക്കേണ്ടത്. ഞാനിവിടെ എൻ്റെ ഇമേജിനനുസരിച്ചാണ് സൈസ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇമേജ് 1-ന് ഞാൻ ഒരു വിഡ്ത്ത് 55 VH കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമേജ് 2-ന് വിഡ്ത്ത് 66 VW അതുപോലെ തന്നെ ഹൈറ്റ് 90 VH കൊടുക്കുന്നുണ്ട്. ഇമേജ് 2-നാണ്, 2 എന്ന് എഴുതാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ അടുത്ത് എഴുതാൻ പോകുന്നത് ഇമേജ് 3 ആണ്. ഇമേജ് 3ക്ക് ഞാൻ ഓൾറെഡി കൊടുത്തിരുന്ന സൈസ് കറക്റ്റാണ്. അതുകൊണ്ട് ഞാനത് മാറ്റുന്നില്ല. ഡിഫോൾട്ടായിട്ട് കൊടുത്തിരുന്നത് തന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇമേജ് 4-ന് സൈസ് കൊടുക്കാം. വിഡ്ത്ത്
ഞാനൊരു 35 VW കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാത്തിനും സൈസ് ഓൾമോസ്റ്റ് ജസ്റ്റ് ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ എല്ലാം ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് മാറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇമേജ് 1 ഓൾറെഡി നമുക്ക് ലെഫ്റ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, അത് നമുക്ക് ലെഫ്റ്റിൽ തന്നെയാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇമേജ് 2 എവിടെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം ആപ്സിലോട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ കറക്റ്റ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു റൈറ്റ് 30 VW കൊടുക്കുകയാണ്. ഇമേജ് 3 നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, അതുകൊണ്ട് നമുക്ക് ഇമേജ് 3 ഇവിടെ വിളിക്കാം. ഇമേജ് 3ക്ക് ഞാനൊരു റൈറ്റ് 50 VW കൊടുക്കുകയാണ്. ഇനി ഇമേജ് 4ന് നമ്മൾ റൈറ്റ് 0 കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഇമേജ് എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഇമേജ് എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ചാണ് നിങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ എൻ്റെ ഇമേജ് അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഹോവർ കൊടുക്കണം. അപ്പം നമ്മൾ നോർമലായിട്ട് ഇതിന് ഹോവർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് കൊടുക്കും, പക്ഷേ നമുക്കത് ഹോവറേ പറ്റത്തുള്ളൂ. നമുക്ക് ഓൾറെഡി ഹോവർ മാറ്റുന്ന സമയത്ത് അത് പോവില്ല. എന്ന് വെച്ചാൽ ഇത് ഹോവർ ചെയ്യുന്ന സമയത്ത് ബാക്കിയെല്ലാം ബ്ലർ ആവണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നോട്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ് കൂടിയുണ്ട്. അപ്പം നമുക്ക് അതിവിടെ യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഇമേജസ് എന്ന് പറയുന്ന ഒരു ഡിബ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇമേജസിൻ്റെ PNG എല്ലാം നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് ഇമേജസ് എന്ന് പറയുന്ന ഈ ഡിബിലാണ്. അപ്പം നമ്മൾ ഇവിടെ ഇമേജസ് എന്ന് പറയുന്ന ഡിബ് വിളിക്കുകയാണ്, എന്നിട്ട് അതിന് ഒരു ഹോവർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇമേജ് എന്ന് പറയുന്ന ചൈൽഡ് എല്ലാത്തിനും നമ്മൾ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന പേരാണ് IMG എന്ന് പറയുന്ന ക്ലാസ്. അപ്പം നമ്മൾ അത് വിളിച്ചിട്ട് അതിനും നമ്മളൊരു കോളം കൊടുക്കുകയാണ്. കോളനകത്ത് നമ്മൾ നോട്ട് എന്ന് പറയുന്ന ക്ലാസ് കൊടുക്കുകയാണ്. അതിന് ഇൻബിൽഡ് ആയിട്ട് ഒരു പരാന്തസിസ് ഉണ്ട്, അതിനകത്ത് നമ്മൾ ഹോവർ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ നോർമലായിട്ട് നമ്മൾ CSS പ്രോപ്പർട്ടി ഒക്കെ ഇടുന്ന പോലെ കേള് ബ്രാക്കറ്റ് ഇടുക. അതിനകത്ത് നമ്മൾ ഫിൽട്ടർ ഗ്രേ സ്കെയില് 1ഉം അതുപോലെ തന്നെ ബ്ലറ് ഒരു 20 പിക്സലും കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമുക്കിത് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഈ ഇമേജ് കോളൻ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ നോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇമേജ് ഹോവർ കളഞ്ഞു. ഇപ്പം നമുക്ക് ഇവിടെ അത് ആദ്യമേ വരുന്നത് ഗ്രേ സ്കെയിലായിട്ടായിരിക്കും. ഗ്രേ സ്കെയിലും ബ്ലറും ഇവിടെ വന്നിട്ടുണ്ട്. ഹോവർ ചെയ്യുമ്പം അത് പോവും. ഹോവർ ചെയ്യുമ്പം നമ്മളത് കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടി അതിൽ നിന്ന് പോകുകയാണ് ചെയ്യുന്നത്. അതാണ് നോട്ട്. അപ്പം നമുക്കിവിടെ അല്ലാത്ത സമയത്ത് അതിന് കളർ വേണം. നമുക്ക് ഈ ഗ്രേ സ്കെയിലും ബാക്കിയൊന്നും ബ്ലറും വർക്ക് ചെയ്യല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതാണോ വർക്ക് ചെയ്യേണ്ടാത്തത് അതിന് നമ്മൾ ആ ഡിവിൻ്റെ പേര് കൊടുക്കുകയാണ്, ഇമേജസിൻ്റെ ഹോവർ കൊടുക്കുകയാണ്. ഇപ്പം ഈ ഇമേജസിൻ്റെ ഹോവർ വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ഹോവർ ചെയ്യുന്ന സമയം ഇതാണ് ഹോവർ ചെയ്യുന്നത്, ബാക്കിയെല്ലാം ഹോവർ അവിടെ നിന്ന് പോയി. എന്നുവെച്ചാൽ ബാക്കി എല്ലാത്തിലും ഇപ്പം നോട്ട് വർക്കായി. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഹോവർ ചെയ്യുന്നത് ഏതാണോ അതൊഴികെ ബാക്കി എല്ലാത്തിലും അത് വർക്കാവും. ഹോവർ ചെയ്യുന്നത് മാത്രം വർക്ക് ചെയ്യത്തില്ല. അതിനാണ് ഈ നോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഹോവർ ചെയ്യാത്തത് ഇമേജിനകത്തുള്ള ചൈൽഡിന് വർക്കാവും. നമ്മൾ ഹോവർ ചെയ്യാത്തത് ഗ്രേ സ്കെയിലും അതുപോലെ തന്നെ ബ്ലറും ആവും. കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ഹോവർ ആനിമേഷൻ നമ്മളിവിടെ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇതിൻ്റെ സോഴ്സ് കോഡ് അസറ്റൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ GitHub ലിങ്കും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എല്ലാവരും ഒന്ന് കയറി ഫോളോ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.